അനീമിയ അഥവാ രക്തക്കുറവ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഇത്. പീരിയഡ് സമയത്തുള്ള അമിതമായിട്ടുള്ള ബ്ലഡ് ലോസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ഡെലിവറിക്ക് ശേഷവുമുള്ള അയണിന്റെ ആവശ്യകത, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. കണക്കുകൾ പ്രകാരം ഏകദേശം 50% ആളുകൾക്കും അനീമിയ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന് എനർജി ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണം പോലെയൊക്കെ അനുഭവപ്പെടുക, മുടി കൊഴിച്ചില്, തലവേദന, തലകറക്കം, കുറച്ച് ദൂരം നടക്കുന്ന സമയത്തോ കുറച്ച് സ്റ്റെപ്പുകൾ കയറുന്ന സമയത്തൊക്കെ അമിതമായിട്ടുള്ള കിതപ്പ്, കൈകാലുകൾക്കൊക്കെ ഒരു തണുപ്പ് അനുഭവപ്പെടുക, ഇതെല്ലാം രക്തക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. അനീമിയക്ക് ഒരുപാട് തരത്തിലുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അയൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അനീമിയ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത്, അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ലെമൺ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ പപ്പായോ അങ്ങനെ എന്തെങ്കിലും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായയോ കാപ്പിയോ കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. കാരണം ചായയിലും കാപ്പിയിലുമുള്ള പോളിഫിനോൾസ് ആൻഡ് ടാനിൻസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലെ അയണിന്റെ അബ്സോർപ്ഷനെ തടയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കേണ്ടത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അനിമയുള്ള നിങ്ങളുടെ ഫ്രണ്ടിനെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.